ഇനി ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. നാനോപാധിവശാദേവ ജാതിവർണ്ണാത്രമാദയ. ജലത്തിൽ പലതരം ഉപാധികൾ കലർത്തിയാൽ അത് വർണ്ണത്തിലും രുചിയിലും വ്യത്യസ്തമാവുന്നത് പോലെയാണ് ജാതി, വർണ്ണാശ്രമം തുടങ്ങിയ കാര്യങ്ങൾ ആത്മാവിൽ ആരോപിക്കുന്നത്. വെള്ളത്തിൽ പഞ്ചസാര കലക്കിയാൽ അത് മധുരമാവും, നഞ്ച് കലക്കിയാൽ വിഷമാവും, ഉപ്പ് കലർത്തിയാൽ ഉപ്പാവും. എന്നാൽ അടിസ്ഥാനപരമായി എല്ലാം എന്താണ്? ജലമാണ്. ശുദ്ധ നിർമ്മലമായ തെളിഞ്ഞ ഒരു രുചിയുമില്ലാത്ത ജലമാണ്. ആ ജലത്തിൽ ഉപാധികൾ കലർത്തി നാം മറ്റൊന്നായി ആരോപിക്കുകയാണ്. അതുപോലെയാണ് ബോധത്തിലെ കുമിളകളിൽ ജാതി, വർണ്ണാശ്രമം, പദവി, നിറം, ലിംഗം ഇങ്ങനെയുള്ളതൊക്കെ ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ അല്പകാലത്തേക്കുള്ള ഈ ആരോപണങ്ങളെല്ലാം ഒഴിഞ്ഞാൽ നിരാധാര സ്വരൂപവും നിർമ്മലവും പ്രശാന്ത ആത്മാവുമായ ആത്മം അഥവാ ബ്രഹ്മം അതുമാത്രമേ ഉള്ളൂ. ഇതാണ് പരമമായ നിത്യം, സത്യാവസ്ഥ, നിജം. ഇത് ഉറപ്പിച്ചുകൊള്ളണം. ഞാൻ അതാണ്, ഇതാണ്, മന്ത്രിയാണ്, കളക്ടറാണ്, ടീച്ചറാണ്, ഇതൊക്കെ താൽക്കാലികമായ സ്ഥിതിവിശേഷങ്ങൾ മാത്രമാണ്. ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ തൊഴിൽ കാരണം നമ്മൾ ആരാണ് എന്നുള്ള മനുഷ്യൻ്റേതായ അസ്തിത്വം പോലും മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കർമ്മത്തിൻ്റെ ശക്തി ആലോചിച്ച് നോക്കണം. നാം പലപ്പോഴും വെറും കർമ്മം മാത്രമായി അവശേഷിക്കാറുണ്ട്. ജ്ഞാനാന്വേഷിക്കോ അല്ലെങ്കിൽ വേദാന്ത അന്വേഷിക്കുകയോ ഒന്നും അല്ലാത്ത സാധാരണ മനുഷ്യൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും കർമ്മം മാത്രമാണ് ആ വ്യക്തിത്വം. താൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയാണ് താൻ എന്നായി പരിണമിച്ചിരിക്കും. അപ്പോൾ മനുഷ്യനാണ് എന്നത് തന്നെ മറന്നു പോകുന്ന നില ഉണ്ടാവുന്നു. അപ്പോൾ അവനവൻ്റെ സ്വന്തമായ അസ്തിത്വം, താൻ എന്താണ് എന്ന ആ നിജത്തെ നാം എത്രമാത്രം മറന്നു പോയിരിക്കുന്നു എന്ന് ആലോചിച്ചുള്ള. ഇതൊക്കെ വെറും അവസ്ഥാവിശേഷങ്ങളാണ്. നാശമില്ലാതെ നിലനിൽക്കുന്നതും സദാ ഉള്ളതും എന്താണ്? അത് ആത്മമാണ്, ബ്രഹ്മമാണ്, ചൈതന്യം മാത്രമാണ് സദാ ഉള്ളത്. മറ്റെല്ലാം താൽക്കാലികമായ ചില അവസ്ഥാവിശേഷങ്ങൾ മാത്രമാണ്, അനിത്യമാണ്. നമ്മോടുകൂടി ഈ ശരീരമില്ലാതാകുന്നതോടുകൂടി ഇല്ലാതാകുന്നവയാണ്. അപ്പോൾ ശാശ്വതമായതും അനശ്വരമായതുമായ ആ സത്യമാണ് നാമെന്നിരിക്കെ ആ സത്യത്തെ പിടിക്കണോ അതോ ഈ അസത്യത്തെ പിടിക്കണോ എന്ന് നാം ആലോചിക്കണം. പഞ്ചീകൃത മഹാഭൂത സംഭവം കർമ്മസഞ്ചിതം ശരീരം സുഖദുഃഖാനാം ഭോഗായതനമുച്യതേ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും കർമ്മസഞ്ചയങ്ങളുടെ ആകത്തുകയുമായ ഈ ശരീരം സുഖദുഃഖങ്ങളെ അനുഭവിക്കുവാനുള്ള കേവലം ഉപകരണം മാത്രമാണ്. ഈ ശരീരം എങ്ങനെ ഉളവാകുന്നു എന്ന് നമുക്കറിയാം, പലതവണ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കർമ്മഫലങ്ങളുടെ ഒരു സഞ്ചയമാണ് ശരീരം. ഓരോ ശരീരവും അതിൻ്റെ അകത്തുള്ള അടരായ ജീവാത്മാവ് അഥവാ സൂക്ഷ്മ ശരീരത്തിൻ്റെ കർമ്മഭാണ്ഡത്തിൻ്റെ പ്രതിഫലനമാകുന്നു. അത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാനുള്ള ഉപാധി അഥവാ ടൂൾ മാത്രമാണ്.
ശരീരത്തിൽ ഒരു അടി കിട്ടിയാൽ വേദന എന്ന അനുഭവം ഉണ്ടാകുന്നു. ആ അനുഭവം യഥാർത്ഥത്തിൽ എവിടെയാണ് ഉളവാകുന്നത്? ആരാണ് ആ വികാരത്തെ തിരിച്ചറിഞ്ഞ് അനുഭവിക്കുന്നത്? ശവമായി കഴിഞ്ഞ ശരീരത്തെ അടിച്ചാൽ അതിന് വേദനിക്കുമോ? ഇല്ല. അപ്പോൾ വേദന അനുഭവിക്കുന്നത് ജീവാത്മാവ് അഥവാ സൂക്ഷ്മ ശരീരമാണ്. വാസനയാണ് അനുഭവിക്കുന്നത്. ആ വാസനകളുടെ ഏറ്റവും സ്ഥൂലമായ രൂപമാണ് ശരീരം. തലച്ചോറാണ് പലതരം അനുഭവങ്ങളെ അനുഭവിപ്പിക്കുന്നത്. അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ശരീരമെന്ന് നാം തിരിച്ചറിയണം. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്ഥം സൂക്ഷ്മാംഗം ഭോഗസാധനം. പഞ്ചപ്രാണന്മാരും മനസ്സ്, ബുദ്ധി, ദശേന്ദ്രിയങ്ങൾ, അതായത് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും, ഇവയോട് കൂടിയതും പഞ്ചഭൂതങ്ങളുടെ അത്ര ദർശനീയമല്ലാത്ത ഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതുമായ സൂക്ഷ്മ ശരീരമാണ് സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. സ്ഥൂല ശരീരത്തിൽ ഏൽക്കുന്ന താടനത്തിൻ്റെ വൈകാരികത മുഴുവൻ അനുഭവിക്കുന്നത് സൂക്ഷ്മ ശരീരമാണ്. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമെല്ലാം സൂക്ഷ്മ ശരീരത്തോടു കൂടി ചേർന്നതാണ്. അവയെല്ലാം ചേർന്ന് ഈ അനുഭവം ഉണ്ടാക്കുന്നത് സൂക്ഷ്മ ശരീരത്തിനാണ്. ആ സൂക്ഷ്മ ശരീരമാണ് ഈ വികാരങ്ങളെയും ഈ കർമ്മങ്ങളുടെയും എല്ലാം ഫലത്തെ വഹിച്ചുകൊണ്ട് മരണസമയത്ത് മറ്റൊന്നായി രൂപാന്തരപ്പെട്ടു പോകുന്നത്, അടുത്ത ജന്മത്തിന് കാരണമാകുന്നത്. അത് പലപ്പോഴും നമ്മൾ ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം. അതാണ് വീണ്ടും വിശദീകരിക്കാത്തത്. അപ്പോൾ സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും കാരണമായത് കാരണ ശരീരമാണെന്ന് നമുക്കറിയാം. കാരണ ശരീരമാണ് ആദ്യം ഉണ്ടാകുന്നത്, കാഷ്വൽ ബോഡി. അതിൽ നിന്നാണ് സൂക്ഷ്മവും സ്ഥൂലവും വന്നിരിക്കുന്നത് അറിയാം. അനാദ്യ അവിദ്യാ നിർവാച്യ കാരണോപാധിരുച്യതേ. അവിദ്യയാണ് കാരണം. കാരണശരീരം എന്ന് പറയുന്നത് അവിദ്യയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിദ്യയാണ് കാരണശരീരം. വിദ്യയെ മറച്ചുകൊണ്ട് അവിദ്യയുടെ ഇരുൾ വരുന്നതോടെയാണ് മായയും ലോകവും കർമ്മവും ശരീരവും ഈ മുഴുവൻ കേളുകളും ആരംഭിക്കുന്നത്. അപ്പോൾ അവിദ്യയാണ് കാരണശരീരം, അറിവില്ലായ്മയാണ് ലോകം. എന്നാൽ ഈ 3 ശരീരങ്ങളും ബ്രഹ്മം തന്നെ എന്നറിഞ്ഞും കൊള്ളുക. ബ്രഹ്മബോധത്തിൽ ഉദയം ചെയ്ത് നിലകൊള്ളുകയാണ് ഇവ 3. അപ്പോൾ ബോധം ബ്രഹ്മത്തിൽ നിന്നും അഭിന്നമാണോ? അല്ല, ബോധത്തിൽ തന്നെയാണ് ഇതെല്ലാം നിലകൊള്ളുന്നത് എന്നതിനാൽ ഇതെല്ലാം തന്നെയും ബ്രഹ്മം കൂടിയാണ്. ഇതും ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടതല്ല. എന്നാൽ ആ ബ്രഹ്മം ഇതിനോടൊന്നും ഒട്ടലില്ലാത്ത മഹാവിദ്യയാണ് എന്നും അറിയുക. അജ്ഞാനം ഉദിച്ചത് ബ്രഹ്മബോധത്തിലാണെങ്കിലും ആ ബോധത്തിന് ആധാരമായ ബ്രഹ്മത്തിന് യാതൊരു അജ്ഞതയുമില്ല. അവിടെ വിദ്യ മാത്രമേ ഉള്ളൂ. അത് വിദ്യയാണ്, മഹാവിദ്യ. അതാണ് ആത്മം, അതാണ് ബ്രഹ്മം. പഞ്ചകോശാദിയോഗേന തത്തന്മയ ഇവ സ്ഥിത ശുദ്ധാത്മാ നീലവസ്ത്രാദിയോഗേന സ്ഫടികോ യഥ. നീലനിറത്തിലുള്ള ഒരു തുണിക്കഷ്ണത്തിൽ ഒരു സ്ഫടികം കൊണ്ടുവച്ചാൽ ആ സ്ഫടികത്തിന് നീല നിറമുള്ളതായി നമുക്ക് തോന്നുക മാത്രമാണ്. വസ്ത്രത്തിൻ്റെ നീലയെ
ഒരു വർണ്ണരഹിതമായ ശുദ്ധ സ്ഫടികം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ പഞ്ചകോശങ്ങളെയും പ്രകാശിപ്പിക്കുന്നതിനാൽ ആത്മാവിന് ഇതുമായി ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിങ്ങനെ പഞ്ചകോശങ്ങളുടെ ഒരു ആവരണത്തെയാണല്ലോ നാം ശരീരമെന്ന് പറയുന്നത്. ഈ 5 കോശങ്ങളെയും പ്രകാശിപ്പിച്ച് ശരീരം എന്ന കാഴ്ച ഉളവാക്കുന്നത് ആരാണ്? ചൈതന്യമാണ്. അതുകൊണ്ട് ആത്മം അഥവാ ചൈതന്യം ഈ ശരീരബദ്ധമാണ് എന്ന് നമുക്ക് തോന്നുന്നു. വസ്തുതയിൽ ചൈതന്യം ഇവയെ പ്രകാശിപ്പിക്കുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ ആ ഊർജത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവ പ്രകാശിക്കുന്നു എന്നല്ലാതെ ഒന്നിനോടും ചേർന്നിരിക്കുന്നില്ല. അതൊട്ടലില്ലാത്ത, ബദ്ധമല്ലാത്ത, നിത്യമുക്ത സ്ഥിര വസ്തുവാണ്. അരിയിൽ നിന്ന് തവിടും ഉമയും മാറ്റിക്കളയുന്നത് പോലെ യുക്തിയാൽ ചിന്തനം ചെയ്ത് പഞ്ചകോശങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും മുക്തമായ ആ ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊള്ളണം. വപുസ്തുഷ്ടാദിഭി കോശൈരുക്തം യുക്ത്യവഘാതതഃ. യുക്തി അവനവൻ്റെ ബുദ്ധിയാൽ വിചാരം ചെയ്ത് ഈ ശരീരം, ഇതിനടിസ്ഥാന ആയിരിക്കുന്ന പഞ്ചകോശങ്ങളോ അല്ലെങ്കിൽ ഈ ശരീരമോ ഒന്നും തന്നെ ചൈതന്യത്തെ ബന്ധിക്കുന്നില്ല. ചൈതന്യം അഥവാ ആത്മം ഒന്നിനോടും ബന്ധപ്പെട്ടിരിക്കുന്നില്ല എന്നത് വിചാരം ചെയ്ത് ഉറപ്പിച്ചുകൊള്ളണം. ഒന്നിനോടും ബന്ധമല്ലാതിരിക്കുന്ന ഈ ചൈതന്യം അഥവാ ആത്മം തന്നെയാണ് നാം സ്വയം. അതാണ് നമ്മുടെ അടിസ്ഥാന സ്വഭാവം. അതാണ് നാം. അതിനെ മറച്ചിരിക്കുന്ന, അതിനെ മൂടിയിരിക്കുന്ന ആവരണങ്ങളാണ് ബാക്കിയെല്ലാം. ആ ആവരണങ്ങളെ നീക്കി താൻ സ്വയം എന്താണ് എന്നുള്ളത് ആവർത്തിച്ചുറപ്പിച്ചു കൊള്ളണം. സദാ സർവഗതോപ്യാത്മാ ന സർവത്രാവഭാസതേ. സദാ സർവഗതോപ്യാത്മാ. ഇത് മനസ്സിലാക്കണം. ബ്രഹ്മം അഥവാ ആത്മം എപ്പോഴും എല്ലാറ്റിലും വ്യാപരിച്ചിരിക്കുന്നു എങ്കിലും അതെല്ലാത്തിനെയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട്, മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്നു, എല്ലാത്തിലും ചൈതന്യമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ മനുഷ്യൻ്റെ നിലകളും അവസ്ഥകളും ആത്മീയമായ പുരോഗതിയും ഭൗതികമായ പുരോഗതിയും അവസ്ഥകളും എല്ലാം വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവല്ലോ. ഒരുത്തൻ സദാ സുഖിയായിരിക്കുന്നുവെങ്കിൽ മറ്റൊരുവൻ സദാ ദുഃഖിയായിരിക്കുന്നുവല്ലോ. ഒരുവൻ ആത്മജ്ഞാനിയായി തീരുന്നുവെങ്കിൽ മറ്റവന് ഒന്നും തന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിമുട്ടായിരിക്കുന്നല്ലോ. യുക്തിവാദിയായി തീർന്നിരിക്കുന്നല്ലോ. ഭക്തിയില്ലാത്തവനായിരിക്കുന്നു ഒരുവൻ വളരെ ഭക്തനായിരിക്കുന്നുവല്ലോ. ഒരുവൻ ധനികനായിരിക്കുന്നു, മറ്റൊരുവൻ ദരിദ്രനായിരിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഇതിൽ നിന്നും നാം ഗ്രഹിക്കേണ്ടതുണ്ട്. അതെല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു ഊർജ്ജരൂപേണ. ആ ഊർജം എല്ലാത്തിലും ഉണ്ട്. പക്ഷേ എല്ലാത്തിനെയും ഒരേപോലെ അല്ല പ്രകാശിപ്പിക്കുന്നത്. ചൈതന്യം ഇടതടവില്ലാതെ അനന്തമായി വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. വൃത്തിയായി തുടച്ച കണ്ണാടിയിൽ ഒരു രൂപം എത്ര മിഴിവോടെ പ്രകാശിക്കുമോ അതുപോലെ തെളിഞ്ഞ ബുദ്ധിയിൽ മാത്രമേ ബ്രഹ്മം സ്വയം പ്രകാശിക്കുകയുള്ളൂ. തെളിഞ്ഞ ബുദ്ധിയാൽ മാത്രമേ കാര്യത്തെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഗ്രഹിച്ചാൽ മാത്രമേ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. ഇത് ആത്മാന്വേഷണത്തിലെ പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ വഴി സഞ്ചരിച്ചൊരു ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരുവിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ ചിലർക്ക് ഈ കാര്യം മനസ്സിലാവും, ഗ്രഹിക്കാൻ കഴിയും.
ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഗുരു എന്തർത്ഥത്തിലാണോ സംസാരിക്കുന്നത് ആ അർത്ഥത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ചിലർക്ക് സാധിക്കും, ചിലർക്ക് സാധിക്കില്ല. ഗ്രഹിക്കാനുള്ള ശക്തി വളരെ വ്യത്യസ്തമാണ് മനുഷ്യരിൽ. അതിനനുസരിച്ചാണ് ഓരോരുത്തരും ഈ ലോകത്തെ കാണുന്നതും. ഈ പൊടിയടിഞ്ഞ് വേണ്ടത്ര വൃത്തിയാക്കാത്തതും ഉടഞ്ഞതും കുത്തുകൾ വീണതും ഒക്കെയായ കണ്ണാടിയിൽ ഒരു രൂപത്തെ അതിൻ്റെ പൂർണ്ണമായ മനോഹാരിതയിൽ പ്രതിഫലിപ്പിക്കുക അസാധ്യമാണ്, ദർശിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ തുടച്ചു മിനുക്കിയ കുറവറ്റ ഒരു ദർപ്പണം അതിൽ നോക്കുന്നയാളിനെ പൂർണ്ണതയോടെ പ്രതിഫലിപ്പിക്കും, മനോഹരമായി പ്രതിഫലിപ്പിക്കും. അപ്പോൾ നാം ഓരോരുത്തരും സ്വയം നന്നായി പ്രതിഫലിക്കണമെങ്കിൽ തൻ്റെ കണ്ണാടി വൃത്തിയാക്കി വയ്ക്കണം. മനസ്സാകുന്ന കണ്ണാടി, ബുദ്ധിയാകുന്ന കണ്ണാടിയെയൊക്കെ, സൂക്ഷ്മ ശരീരമാകുന്ന കണ്ണാടിയെ ശുദ്ധീകരിക്കണമെന്ന് പറയുക. സൃഷ്ടിയിൽ തന്നെ നോക്കിയാൽ മതി. എല്ലാ രൂപങ്ങളും ഒരുപോലെയാണോ? അല്ല. അത് ബുദ്ധിയിലും ശക്തിയിലും യുക്തിയിലും എല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ അളവുകളുള്ള വ്യത്യസ്തമായ രൂപങ്ങളാണ്. മനുഷ്യരെ തന്നെ നോക്കൂ. മനുഷ്യർ എന്ന് നാം കൂട്ടത്തോടെ ഒന്നിനെ അഭിസംബോധന ചെയ്യുന്നുവെങ്കിലും നോക്കുമ്പോൾ എല്ലാം മനുഷ്യ ശരീരമാണ്. കൈയുണ്ട്, കാലുണ്ട്, എല്ലാം ഒരേപോലെ ആണെന്ന് തോന്നുന്നുവെങ്കിലും അതിൻ്റെ അളവുകോലുകളെല്ലാം വ്യത്യസ്തമാണ്. മൃഗങ്ങളെ നോക്കൂ. മൃഗങ്ങൾ, സിംഹത്തിൻ്റെ ഒരു കൂട്ടത്തെ നോക്കൂ. എല്ലാം ഒരുപോലെയാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. ഓരോ സിംഹത്തിനും അതിൻ്റേതായ അടയാളങ്ങളുണ്ട്, അതിൻ്റേതായ ശക്തിവിശേഷങ്ങളുണ്ട്. ആനകളെ നോക്കൂ. നമ്മുടെ നാട്ടിൽ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന പ്രശസ്തരായ ആനകളൊക്കെ ഉണ്ട്, പേര് കേട്ട്. അവരെ ഓരോരുത്തരെയും ഓരോ ശ്രദ്ധാലുവായ ആനപ്രേമിക്ക് തിരിച്ചറിയാം. ദാദാ മംഗലാംകുന്ന് ഗണപതിയാണ് വരുന്നത്, അല്ലെങ്കിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് വരുന്നത് എന്ന് 10 ആനകൾ നടന്നു വന്നാൽ അതിൽ നിന്നും ഇവരെ തിരിച്ചറിയുന്നവരുണ്ട്. അപ്പോൾ ആ വ്യത്യാസം അവിടെ ഉണ്ട്. അതിൻ്റെ നടപ്പിലും എടുപ്പിലും വലിപ്പത്തിലും കൊമ്പിൻ്റെ രീതിയിലും ഒക്കെ ഉണ്ട്. പൊതുവേ നമ്മളെല്ലാം ആനയാണെന്നാണ് പറയാറ്. അപ്പോൾ നമ്മുടെ ബുദ്ധിയാകുന്ന കണ്ണാടിയെ തുടച്ചു മിനുക്കി സദ്ബുദ്ധി, സദ്വിചാരം, സദാ ബ്രഹ്മവിചാരം എന്നിവയെ പ്രതിഫലിപ്പിക്കണം. നിർമ്മലമായ ചിത്തം, തെളിഞ്ഞ ബുദ്ധി, ഇവയാൽ മാത്രമേ ബ്രഹ്മത്തെ അനുഭവിക്കാൻ സാധിക്കൂ. ഇതിൽ സംശയമൊന്നും വേണ്ട. തൻ്റെ ബുദ്ധി തെളിയണം, ചിത്തം നിർമ്മലമാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മത്തെ അനുഭവിക്കാൻ സാധിക്കൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ എളുപ്പമാണ്. ബഹളം വെച്ചിട്ടോ ഓടി നടന്നിട്ടോ ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞാലോ ഒന്നും ഇത് സാധിക്കുകയില്ല. ഇത്തരം ഇളക്കങ്ങളൊക്കെ അടങ്ങാത്ത മനസ്സിൻ്റെ ആവേശങ്ങളാണ്. ഇളകരുത്. ഒരു സാധകൻ സ്വയം ശാന്തനാകണം, ഭ്രമങ്ങളെ കളയണം, സ്വയം അടങ്ങിയിരിക്കാൻ പഠിക്കണം. എന്തിനാണ് ഈ ഇളകുന്നത്? എന്തിനായി ചലനം? അതൊക്കെ ഭ്രമങ്ങളാണ്, നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്. നമ്മൾ പ്രസംഗിച്ച് നടന്നതുകൊണ്ട് അവനവനും പ്രയോജനമില്ല, കേൾക്കുന്നവനും ഇല്ല. അന്ധനെ അന്ധൻ നയിക്കുന്നത് പോലെയുള്ളൂ അത്. എന്താ നമ്മൾ ചിന്തിക്കാത്തത്? ഈ വർത്തമാനം പറയുന്ന സമയം കൊണ്ട്, ഈ ഓടി നടന്ന് ബഹളം വയ്ക്കുന്ന സമയവും കൂടെ ആത്മവിചാരത്തിനായി താൻ സ്വയം എന്താണ് എന്ന് സ്വയം കണ്ടെത്തി ആദ്യം അവനവൻ്റെ കാര്യം കഴിക്കൂ. എന്നിട്ട് നമുക്ക് വിളിച്ചു പോവാം. അപ്പോൾ വിളിച്ചു പോകാനുള്ള മനസ്സൊന്നും ഉണ്ടാകത്തില്ല, അത് വേറെ കാര്യം.
ഒന്നും പ്രൂവ് ചെയ്യാനില്ല അവിടെ. ഞാൻ ആത്മീയനാണെന്നും വിളിച്ചു പോകണ്ട, ഞാൻ ഭൗതികനാണെന്നും പറയണ്ട. ഞാനതറിഞ്ഞു, ഞാനിതറിഞ്ഞു, ഇത് മനസ്സിലാക്കി, ഇതിങ്ങനെയാണ്. തർക്കം, വിതർക്കം, അന്യനെ വിധിക്കൽ, ഇതൊക്കെ അങ്ങ് നിർത്തും, നിന്നുപോവും. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രകൃതിഭ്യോ വിലക്ഷണം. ഒരു ചക്രവർത്തി തൻ്റെ പ്രജകളുടെ എല്ലാ പ്രവൃത്തികളെയും നോക്കിക്കണ്ട് സാക്ഷിയായിരിക്കുന്നത് പോലെ ആത്മം അഥവാ ബ്രഹ്മം ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി എന്നീ പ്രകൃതികളുടെ സാക്ഷി മാത്രമായിരിക്കുന്നു. ആത്മാവ് അഥവാ ചൈതന്യം കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് ചലിക്കുന്നില്ല. ഈ പ്രകൃതിക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നേ ഉള്ളൂ. പ്രകൃതി എന്താണ് എന്ന് ചോദിച്ചുവല്ലോ. പുരുഷൻ്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ കൃതി അഥവാ സൃഷ്ടികൽപ്പനയാണ് പ്രകൃതി. പ്രകർഷണയുള്ള ഒരു കൃതിയാണ് അത്. പ്രകൃതി എന്നത് കൽപ്പനയാണ്. ആരുടെ കൽപ്പന? പുരുഷൻ അഥവാ ചൈതന്യത്തിൻ്റെ കൽപ്പന. കാണായതിനെയെല്ലാം, ഈ ചരാചരങ്ങളെല്ലാം ചേർത്താണ് നാം പ്രകൃതി എന്ന് പറയുന്നത്. എന്താണോ ഉള്ളതായി തോന്നുന്നത് അതെല്ലാം പ്രകൃതി അഥവാ മായ തന്നെയാണ്. വ്യാപൃതേഷ്വിന്ദ്രിയേഷ്വാത്മാ വ്യാപരീവ വിവേകിന. മേഘങ്ങൾ ചലിക്കുമ്പോൾ ചന്ദ്രനും ചലിക്കുന്നത് പോലെ തോന്നാറുണ്ട്. അതുപോലെ മനസ്സും ഇന്ദ്രിയങ്ങളും ചലിക്കുമ്പോൾ ആത്മാവ് അഥവാ ചൈതന്യവും ചലിക്കുന്നതായി അവിവേകികൾ കരുതുന്നു. അവിവേകികൾക്കാണ് അങ്ങനെ തോന്നുന്നത്. കർമ്മങ്ങൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന അല്ലെങ്കിൽ ഊർജമായിരിക്കുന്ന സൂര്യൻ പ്രകാശിക്കുമ്പോഴാണ് ലോകം കർമ്മനിരതമാകുന്നത്. മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം പ്രവർത്തിക്കുവാനുള്ള ഊർജം അഥവാ വെളിച്ചം സൂര്യനാണ്. അതുപോലെ ആത്മചൈതന്യം ആശ്രിത്യ ദേഹേന്ദ്രിയ മനോധിയ. ആത്മചൈതന്യത്തെ ആശ്രയിച്ചാണ് ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്നത്. ചൈതന്യമില്ലെങ്കിൽ ഇവയൊന്നും പ്രവർത്തിക്കയില്ല, ജഡവസ്തുവായി തീരും. ജഡവസ്തുവായി തീർന്നാലും മരിച്ചാലും ശരീരം നാം കത്തിച്ച് കളയും വരെ അല്ലെങ്കിൽ എടുത്ത് കുഴിച്ചിടും വരെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ചെവിയും കണ്ണും തലയും എല്ലാം യഥാസ്ഥാനത്തുണ്ട്. പക്ഷെ പ്രവർത്തിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത്രയും നാൾ അതിനെയെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ചൈതന്യം ആ ശരീരത്തിൽ നിന്നും ശരീരത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാം. അത്രയും നാൾ ആ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം ആ ശരീരത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ എന്തിൻ്റെയും ആധാരം ആത്മം അഥവാ ബ്രഹ്മം തന്നെയാണ്, ചൈതന്യം തന്നെയാണ്. ആ ആധാരമാണ് നാം. ഈ കവറല്ല, ഈ ഉപകരണമല്ല, ഈ ഉപാധിയല്ല നാം. നാം ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിന് വിനാശമില്ല, അതിന് മരണമോ ജനനമോ ഇല്ല. ഇത് ആവർത്തിച്ചങ്ങ് ഉറപ്പിച്ചു കൊള്ളണം.